വിശദമായ വാർത്തകളിലേക്ക്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ആലപ്പുഴ നഗരസഭയ്ക്ക് 280 കോടി രൂപയുടെ ബജറ്റ്. ടൂറിസം, ആരോഗ്യം, ശുചിത്വം, ക്ഷേമം, വികസനം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന. 280 കോടി 68,82,396 രൂപ വരവും 276 കോടി 95,62,132 രൂപ ചെലവും 3 കോടി 73,20,264 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമയുടെ അധ്യക്ഷതയിൽ വൈസ് ചെയർമാൻ PS M ഹുസൈൻ അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ സമീപനം സൃഷ്ടിക്കുന്ന കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അതിന്റെ പാരമ്യത്തിലെത്തി. GST നഷ്ടപരിഹാരം, റവന്യൂ കമ്മി ഗ്രാന്റ്, സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം എന്നിവ യാതൊരു നീതീകരണവുമില്ലാതെ കുറച്ചത് കിഫ്ബി അടക്കമുള്ള വായ്പകളും ട്രഷറി നിക്ഷേപവും പൊതുകടത്തിലാക്കി കുറയ്ക്കുന്നതും അടക്കം ഏതാണ്ട് 57,400 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് വരുത്തിവെച്ചിട്ടുള്ളത്. ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യം വെച്ച് നഗരചത്തുരത്തിൽ അമ്യൂണിറ്റി സെന്റർ, ഓഡിറ്റോറിയം, ഡൈനിങ് ഹാൾ, കോഫി ഷോപ്പ്, ടൂറിസം ഇൻഫർമേഷൻ സെന്റർ, എക്സിബിഷൻ സെന്റർ, ജിംനേഷ്യം തുടങ്ങിയവ ആരംഭിക്കും. സംസ്ഥാന സർക്കാരിൻ്റെയും PP ചിത്തരഞ്ജൻ MLAയുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നഗരത്തിലെ പ്രധാന പാലങ്ങളെല്ലാം സൗന്ദര്യവൽക്കരിച്ച് അലങ്കാര ദീപങ്ങൾ ഒരുക്കും. നഗരസഭാ ഓഫീസ് ശതാബ്ദി മന്ദിരത്തിലേക്ക് മാറുമ്പോൾ നിലവിലെ ഓഫീസ് ആലപ്പുഴയുടെ ചരിത്രം വെളിവാക്കുന്ന ഫോട്ടോ മ്യൂസിയമായി ക്രമീകരിച്ച് ഹെറിറ്റേജ് ഗസ്റ്റ് ഹൗസ് ആക്കും. റോഡുകളുടെ നിർമ്മാണം, തോടുകളുടെ പുറംഭിത്തി സംരക്ഷണം, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ നവീകരണം, ജനറൽ ആശുപത്രി അടിസ്ഥാന വികസനം, മെൻസ്ട്രൽ കപ്പ് വിതരണം, അതിദരിദ്ര വിഭാഗം വനിതകൾക്ക് പ്രത്യേക പരിഗണന, വനിതകൾക്ക് തൊഴിൽ നൽകുന്ന ടേസ്റ്റ് ഓഫ് ആലപ്പി ഫുഡ് ഓൺ വീൽസ് പദ്ധതി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പാലിയേറ്റീവ് കെയർ എന്നീ മേഖലകളിലെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. കക്ഷി നേതാക്കളായ സൗമ്യ രാജ്, DP മധു, റീഗോ രാജു, സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, R വിനീത, കൗൺസിലർമാർ എന്നിവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ആലപ്പുഴ നഗരസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് യാഥാർത്ഥ്യബോധമില്ലാത്തതും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താത്തതും ദീർഘവീക്ഷണമില്ലാത്തതുമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് റീഗോ രാജു. പണം കണ്ടെത്താൻ മാർഗം സൃഷ്ടിക്കാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന പതിവ് ശൈലി ആവർത്തിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ ഭരണസമിതി 2020 അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അവതരിപ്പിച്ചിട്ടുള്ള 3 ബജറ്റുകളിലും പ്രഖ്യാപിച്ച യാതൊന്നും തന്നെ നടപ്പിലാക്കാതെയാണ് 4ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് റീഗോ രാജു പറഞ്ഞു. 2021 നഗരസഭാ സ്റ്റേഡിയം പൂർത്തീകരിക്കുമെന്നും 2022 പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുമെന്നും 2023 പഴയ ടൗൺ ഹാൾ പൊളിച്ചു നീക്കി പുതിയ ടൗൺ ഹാൾ പണി ആരംഭിക്കുമെന്നും ലൈറ്റ് ഹൗസിനോട് ചേർന്ന് ഫുഡ് സ്ട്രീറ്റ് സ്ഥാപിക്കുമെന്നുമായിരുന്നു പ്രഖ്യാപനങ്ങൾ. എന്നാൽ നാളിതുവരെ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാൻ പോലും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അഡ്വക്കേറ്റ് റീഗോ രാജു ആരോപിച്ചു. നഗരസഭയിൽ അധികാരത്തിലേക്ക് വന്ന ഈ ഭരണസമിതി ഓരോ വർഷവും ഓരോ തരം വാഗ്ദാനങ്ങളുമായിട്ടാണ് വരുന്നത്. 2020 ആലപ്പുഴ നഗരസഭയുടെ സ്റ്റേഡിയം പൂർത്തീകരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. 2008 VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്ത അതേ സ്റ്റേഡിയം 10 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മന്ത്രിയായ സജി ചെറിയാനെ കൊണ്ട് വീണ്ടും 2ാം ഘട്ട ഉദ്ഘാടനം ചെയ്യിച്ചിട്ടും ഇതുവരെ പദ്ധതികൾ ആരംഭിക്കാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. നഗരസഭയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് ടൂറിസം കേന്ദ്രീകൃതമായ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് 2021 ബഡ്ജറ്റിൽ പറഞ്ഞു. നാളിതുവരെ ആ ഒരു പദ്ധതിക്ക് വേണ്ടി 1 രൂപ പോലും നീക്കിവെക്കുവാനോ പദ്ധതി ആരംഭിക്കുവാനോ ഈ നഗരസഭ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ വർഷം ഏറ്റവും ഒടുവിൽ ഈ ഭരണസമിതി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞിരുന്ന ചൂണ്ടിക്കാണിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആലപ്പുഴ നഗരത്തിൽ ലൈറ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് ബീച്ച് കേന്ദ്രീകരിച്ചുള്ള ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുമെന്നുള്ളതാണ്. ആ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുമെന്ന് പറഞ്ഞ് ചിത്രമടിച്ച കഴിഞ്ഞ ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ആ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുവാനുള്ള യാതൊരു നടപടിക്രമവും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ 3 തവണയും അവതരിപ്പിച്ച ബഡ്ജറ്റിലെ ഒരു പദ്ധതികളെ പറ്റിയുള്ള പരാമർശം പോലും ഈ നഗരസഭാ ബഡ്ജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കൃത്യമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങളോ ആസൂത്രണമോ ഇല്ലാത്ത ബജറ്റിന്മേൽ ചർച്ചകൾക്കോ നിർദ്ദേശങ്ങൾക്കോ യാതൊരു പ്രസക്തിയുമില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റിൽ അവിശ്വാസം രേഖപ്പെടുത്തി കൗൺസിൽ ബഹിഷ്കരിച്ചു. തുടർന്ന് നഗരസഭ പടിക്കൽ പ്രതിഷേധ ധർണയും നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, സജേഷ് ചാക്കുപറമ്പിൽ, PS ഫൈസൽ, കൊച്ചുത്രേസ്യ ജോസഫ്, G ശ്രീലേഖ, സുമം സ്കന്ദൻ, അമ്പിളി അരവിന്ദ്, ബിജി ശങ്കർ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. കൊടിക്കുന്നിൽ
സുരേഷ് എംപിയുടെ വികസന ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ ചെലവഴിച്ച് നെടുമുടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 3, 5, 13 വാർഡുകളിലാണ് റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. നെടുമുടി 3-ാം വാർഡിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് കോയിക്കാട് പാലം മുതൽ ഓർത്തഡോക്സ് ചർച്ച് വരെയുള്ള റോഡിന്റെ ആദ്യഘട്ടവും 5-ാം വാർഡിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് 120 ഇഞ്ചിറ മുതൽ മന്ദിരം പാലം വരെയുള്ള റോഡ് ഉയർത്തിയതിന്റെയും 13-ാം വാർഡിൽ 16 ലക്ഷം രൂപ ചെലവഴിച്ച് നാരായണമംഗലം മുതൽ കുരിക്കാട്ട് 40 ഇഞ്ചിറ വരെയുള്ള റോഡിന്റെ ടാറിംഗ് പൂർത്തിയാക്കിയതിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. കൊടിക്കുന്നിൽ സുരേഷ് എം പി പദ്ധതി നാടിന് സമർപ്പിച്ചു. ഒരുമാതിരിപ്പെട്ട വർക്കുകളെല്ലാം തന്നെ നമ്മൾ പൂർത്തിയാക്കി. അവശേഷിക്കുന്ന വർക്കുകളെല്ലാം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതിന്റെ പ്രാഥമികമായ പേപ്പർ വർക്കെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ MP ഫണ്ട് കൈനഗിരിയിലെ ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ലൈറ്റുകൾ ഉൾപ്പെടെ റോഡുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിലെ 13 പഞ്ചായത്തുകളിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും MP ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനമെടുത്തു. ഫണ്ട് അനുവദിച്ചു. അതാണ്ട് 1 കോടി രൂപയ്ക്ക് പുറത്താണ് ഈ നിയോജകമണ്ഡലത്തിൽ MP ഫണ്ട് ഇപ്പോൾ വിനിയോഗിച്ചത്. അപ്പോ നമുക്ക് ഈ 2019 ഈ ലോക്സഭ നിലവിൽ വന്നത്. 24 കാലാവധിയാണ്. 2019 MP ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 20, 21, 22 കോവിഡ്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നെടുമുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മന്മഥൻ നായർ, വൈസ് പ്രസിഡന്റ് വർഗീസ് ജോസഫ്, ഗോകുൽ ഷാജി, സതിയമ്മ അരവിന്ദാക്ഷൻ, സ്മിത രാജേഷ്, സാജു കടമാട്, സോഫിയാമ്മ മാത്യു, മറിയാമ്മ ജോസഫ്, ലാലിച്ചൻ പള്ളിവാതുക്കൽ, PJ ജോസഫ് എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി ഫിഷറീസ് വകുപ്പ് കണ്ണട, GPS എന്നിവ വിതരണം ചെയ്തു. ആലപ്പുഴ നീർക്കുന്നം SDV സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ H. സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള കാര്യങ്ങൾ സാധാരണ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമല്ല. ഫിഷറീസ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗതമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. എന്നാൽ വ്യത്യസ്തമായി നമുക്ക് കുറച്ചുകൂടി വിപുലമായ പ്രവർത്തനം ഇപ്പോൾ പ്ലാൻ ചെയ്യാനും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പാക്കാനും കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഏതാണ്ട് ശരാശരി 1600 രൂപയോളം വില വരും എന്നുള്ളതാണ് അതിൻ്റെ അവർ പറഞ്ഞിട്ടുള്ളത്. സാധാരണ തൊഴിലാളി കുടുംബത്തിനൊരു സഹായമാണ്. അത് സൗജന്യമായി അതിൻ്റെ പരിശോധനയും സൗജന്യമായ കണ്ണടയും ലഭിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് GPS നൽകുന്ന ഒരു അല്പം താമസം വന്നിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിഷ്യൽ കോൺട്രിബ്യൂഷൻ വാങ്ങിയതിന് ശേഷം അല്പം താമസം വന്നിട്ടുണ്ട്. അത് ലഭ്യമാകുന്നതിനായ ഒരു പ്രയാസം വന്നിട്ടുള്ളതാണ്. അത്തരമൊരു ഉപകരണം സാധാരണ തൊഴിലാളിക്ക് ലഭ്യമാകുന്നു എന്നുള്ളത് വളരെയേറെ മത്സ്യബന്ധനത്തിന് സഹായകരമായ ഒരു ഉപകരണമാണെന്ന് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. അത് നമ്മൾ കണക്കാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഗവൺമെന്റ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വകുപ്പ് ചിന്തിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് സമൂഹം ഒരുപാട് മാറുന്നുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അതിൻ്റെതായ സൗകര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു. അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന സൗകര്യങ്ങൾ ലോകത്താകെ നോക്കിയാൽ കാണുന്നത് ആ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായി ഉണ്ടാകുന്ന നേട്ടങ്ങളും സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ലോകത്ത് സമ്പന്നന്മാർക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്നതാണ്. 1200 രൂപയോളം വില വരുന്ന കണ്ണടകളാണ് 30 ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി നൽകിയത്. ഇവരെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് വഴി കണ്ടെത്തി. 60,000 രൂപ വില വരുന്ന അത്യാധുനിക GPS 10 മത്സ്യത്തൊഴിലാളികൾക്ക് 25% മാത്രം ഗുണഭോക്തൃ വിഹിതം ഈടാക്കിയാണ് നൽകിയത്. കടലിലെ ജലനിരപ്പറിയുന്നതിനും മത്സ്യമേതെന്ന് തിരിച്ചറിയുന്നതിനും GPS സഹായകരമാണ്. ആപത്ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും സന്ദേശങ്ങൾ കൈമാറുന്നതിനുള്ള സാറ്റലൈറ്റ് ഫോൺ സംവിധാനവുമുണ്ട്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് T. സജിത്, ഫിഷറീസ് ഓഫീസർ PS സൈറസ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഡെറ്റി നിബു തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും മിന്നൽ പരിശോധന നടത്തുമെന്ന് വിവരാവകാശ കമ്മീഷണർ A. ഹക്കീം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ആലപ്പുഴ കളക്ടറേറ്റിൽ തെളിവെടുപ്പിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിയറിംഗിൽ 19 അപ്പീലുകൾ പരിഗണിച്ചു. എല്ലാ കേസുകളും തീർപ്പാക്കി. കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും മിന്നൽ പരിശോധനയുടെ തുടക്കമെന്ന് വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. ഇതിനായി സജ്ജമാകാൻ കളക്ടർമാരുടെ പ്രത്യേക യോഗം വിളിക്കും. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് കളക്ടറേറ്റുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ട പരിശോധന. ആലപ്പുഴ ജില്ലയിൽ റവന്യൂ, വിദ്യാഭ്യാസ വകുപ്പുകൾ കേന്ദ്രീകരിച്ചാവും പരിശോധന. ചേപ്പാട്, തകഴി തുടങ്ങിയ വില്ലേജ് ഓഫീസുകളിൽ പരിശോധന നടത്തും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഓഫീസുകളിലും പരിശോധന നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്ന് വിവരാവകാശ കമ്മീഷണർ അറിയിച്ചു.
ഹിയറിംഗിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നേരിട്ട് നടക്കുന്ന നിയമനങ്ങൾ, സ്ഥലമാറ്റങ്ങൾ എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഗണിച്ചു. ഓട്ടോകാസ്റ്റിലെ ജീവനക്കാരന് നൽകാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ നൽകുന്നതിനും അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒരാഴ്ച അനുവദിച്ചു. ആലപ്പുഴ നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ വന്ന പരാതിയിൽ വിവരം തൽക്ഷണം ലഭ്യമാക്കി. തകഴി വില്ലേജിലെ പുറമ്പോക്ക് ഭൂമിയുടെ രേഖകളെ സംബന്ധിച്ച് കൃത്യമായ മറുപടി ലഭിക്കാത്തതിനാൽ അപേക്ഷകന്റെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടർ പ്രത്യേക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. മാലിന്യമുക്തം നവകേരളം കോട്ടയം ജില്ലാതല ശുചിത്വ സന്ദേശ യാത്രയ്ക്ക് ചങ്ങനാശ്ശേരി പായിപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സ്വീകരണം നൽകി. നാലുകോടി ജംഗ്ഷനിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KD മോഹനന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടി. ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം 22 ഏതാണ്ട് 10,000-ലധികം വരുന്ന ആൾക്കാരുടെ പിന്തുണയോടെ 16 വാർഡിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നാം നടത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ജില്ലയിലാകെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ചേർത്ത് ഇണക്കിക്കൊണ്ട് ഒരു വലിയ പരിപാടിക്ക് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ജയശങ്കർ, പ്രോഗ്രാം ഓഫീസർ നോബിൾ, പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിജ ലാലൻ, മാലിന്യമുക്തം നവകേരളം പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ ജോഷി കൊല്ലാപുരം, പഞ്ചായത്ത് സെക്രട്ടറി ലിറ്റി തോമസ്, ജോജി ജോസഫ് എന്നിവർ സംസാരിച്ചു. ഐമനം ഗ്രാമപഞ്ചായത്തിൽ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ശുചിത്വ സന്ദേശയാത്ര വിവിധ പഞ്ചായത്തുകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് പായിപ്പാടെത്തിയത്. കോട്ടയത്ത് ഫെബ്രുവരി 17-ന് യാത്ര സമാപിക്കും. വാലടി പഴൂർ കളരി കുടുംബക്ഷേത്രത്തിൽ തീപിടുത്തം. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ ഉണ്ടായ സംഭവത്തിൽ കളരിയുടെ മേൽക്കൂര പൂർണ്ണമായും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. തിങ്കളാഴ്ച വൈകിട്ടുണ്ടായ തീപിടുത്തത്തിൽ 400 വർഷത്തോളം പഴക്കമുള്ള കൊത്തുപണികൾ നിറഞ്ഞ തടികളും കളരിയുടെ മേൽക്കൂരയും പൂർണ്ണമായും കത്തിനശിച്ചു. 6 മണിയോടെയാണ് കളരിയുടെ ഉള്ളിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓടിക്കൂടിയ പ്രദേശവാസികൾ ചങ്ങനാശ്ശേരി ഫയർഫോഴ്സിലും കൈനടി പോലീസ് സ്റ്റേഷനിലും വിവരം അറിയിച്ചു. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരിടത്തിലാണ് ഈ മണ്ഡൽ സാറിൻ്റെ കുടുംബപരമായിട്ടുള്ള ഈ വളരെ അതിപുരാതനമായിട്ടുള്ള ഈ കളരി സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഒരു 6:15 കൂടി ഈ വലിയ പുക ഉയരുന്നത് കാണുകയും ഞാൻ അമ്പലത്തിൽ നിന്ന് ഇവിടെ ഓടി വരികയും അതിനോടനുബന്ധിച്ച് ഫയർ സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും കൈനടി പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും ഏകദേശം എത്രയും പെട്ടെന്ന് തന്നെ അവർ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോഴേക്കും തന്നെ ഏകദേശം അതിൻ്റെ റൂഫ് മേൽക്കൂര ഭാഗങ്ങൾ മുഴുവൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വശത്തോളം കത്തിയമരുകയും ചെയ്യുണ്ടായി. ഫയർഫോഴ്സുകാരുടെ സംയോജിതമായ ഇടപെടൽ കാരണം വളരെ പെട്ടെന്ന് തന്നെ തീയണക്കുകയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസിദ്ധമായ കളരിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. ജോലികൾ പൂർത്തിയാവാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. അനവധി മഹാരഥന്മാരുടെ കർമ്മഭൂമിയും ജന്മഭൂമിയുമാണ് ഈ പഴൂർ പുരയിടവും അതുൾപ്പെടുന്ന കളരിയും ദൈവങ്ങളും. എല്ലാ വർഷങ്ങളിലും തുലാം മാസം 16-ാം തീയതി നടക്കുന്ന ചടങ്ങുകളിൽ ഈ ചാരയിൽ നിന്നും ഓലിക്കൽ നിന്നും അമ്പലശ്ശേരിയിൽ നിന്നും പഴൂർ മഠത്തിൽ നിന്നും ഈ പഴൂരിൽ നിന്നും ആളുകൾ ഇവിടെ വന്ന് തൊഴാറുണ്ട്. ഇവിടുത്തെ കളരി പരദൈവങ്ങളെയും സർപ്പദൈവങ്ങളെയും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ചാരയിലെയും ഓലിക്കലെയും ഒക്കെ മൂലസ്ഥാനമായ ഏതാണ്ട് 10-800 കൊല്ലം പഴക്കമുള്ള ഒരു സ്ഥലത്ത് ഏതാണ്ട് 100-120 കൊല്ലം മുമ്പ് പുതുക്കിപ്പണിത സ്ഥാപനമാണ് ഇപ്പോൾ പൂർണ്ണമായി കത്തിയെരിഞ്ഞത്. വൃത്തിയാക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏതാണ്ട് പൂർണ്ണതയിൽ എത്തുന്നതിന് 2 ദിവസം മുമ്പാണ് ഇത് കത്തിയെരിഞ്ഞത്. ചങ്ങനാശ്ശേരിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് വാഹനങ്ങൾ 1 മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് കരുതുന്നത്. പെയിന്റ് പോലെയുള്ള സാധനങ്ങൾ കളരിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നത് തീ ആളിപ്പടരുന്നതിന് കാരണമായെന്നും സംശയിക്കുന്നു. ചങ്ങനാശ്ശേരി അഗ്നിശമന സേനയിലേക്ക് അമ്പലം കത്തി, വാലടി ക്ഷേത്രം, പഴൂർ ക്ഷേത്രം കത്തി എന്നും പറഞ്ഞായിരുന്നു ആദ്യം കോള് വരുന്നത്. അപ്പോൾ കോള് വന്ന ഉടൻ തന്നെ ഞങ്ങൾ പുറപ്പെടുകയും ഞങ്ങൾ വഴി ഇച്ചിരി മോശമായിരുന്നു എങ്കിലും ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നപ്പോൾ വളരെ നല്ല രീതിയിലുള്ള കത്തലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അമ്പലത്തിൻ്റെ മേൽക്കൂര ഏകദേശം 70% കത്തി നശിച്ചതെന്ന് ആയിട്ട് പറയാൻ പറ്റും. തടി നല്ല രീതിയിൽ മൊത്തം കത്തിയിട്ടുണ്ട്, ഓട് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. തീപിടുത്തത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല, അത് പിന്നീട് വ്യക്തമാക്കാവുന്നതാണ്. തടി ആയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കയറി കത്തിയത്. പിന്നെ പുക നല്ല രീതിയിൽ പുകയുണ്ടായിരുന്നു, അകത്ത് കയറാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. പിന്നെ ഡോറ് ഞങ്ങൾ തുറന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ ഓട് ഇങ്ങനെ വീണോട്ടിരിക്കുന്നത് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഹെൽമറ്റ് ഉപയോഗിച്ച് അകത്ത് കയറി. ചങ്ങനാശ്ശേരി അഗ്നിരക്ഷാ സേനയിലെ സ്റ്റേഷൻ ഓഫീസർ അനൂപ് രവീന്ദ്രൻ,
സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ദിനേശ് കുമാർ, ഫയർ റെസ്ക്യൂ ഓഫീസർമാർ, കൈനടി പോലീസ് SHO AJ ജോയി എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പ്രദേശവാസികളായ നിരവധി പേരും സംഘത്തെ സഹായിക്കാൻ എത്തിച്ചേർന്നു. ബുധന്നൂർ ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മാന്നാർ CI രാജേന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ക്രൈം റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ 2008-2015 കാലഘട്ടത്തിലുള്ള വിഷയങ്ങളൊന്നും നിലവിൽ കാണാനില്ല. അത് വലിയൊരു ആശ്വാസം സന്തോഷം തരുന്നൊരു കാര്യമാണ്. പിന്നീട് കാണാൻ സാധിച്ചതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. പിന്നെ കൂടുതൽ സഭയമായ ഒരു ക്ലാസ് എടുക്കാനായിട്ട് തന്നെയാണ് കാണാൻ വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ മറ്റ് നിയമങ്ങളുടെ കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എങ്കിലും നമ്മൾ പറയുകയാണ്, ഇപ്പം കാലം ഏറെ മാറി. ഇപ്പൊ പോക്സോ പോലുള്ള വലിയ അതിഭീകരമായിട്ടുള്ള നിയമങ്ങളൊക്കെ രംഗത്തുണ്ട്. ഇന്നലെ തന്നെ പത്രത്തിലേക്ക് വായിക്കുന്നുണ്ട് 125 വർഷം, 100 വർഷം, 80 വർഷമൊക്കെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. നമ്മള് പഴയ കാലത്തേക്കാളൊക്കെ ഉപരി ഏറെ ജാഗ്രതയോട് കൂടി പ്രത്യേകിച്ച് ഈ പുരുഷന്മാരൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പലത മധു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് G രാമകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുജാത, ഭരണസമിതി അംഗങ്ങളായ G മോഹനൻ, S സുരേഷ്, ശ്രീജ ശ്രീകുമാർ, TV ഹരിദാസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ മധു കലവറ, ICDS സൂപ്പർവൈസർ M മിനിമോൾ, CDS ചെയർപേഴ്സൺ രാജശ്രീ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് സഫിയ സുധീർ ക്ലാസ് നയിച്ചു. സമൂഹം സ്ത്രീകളെപ്പോഴും സുരക്ഷയുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്ന് നമ്മളോട് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ഒരേപോലെ അനുവദിക്കപ്പെട്ട ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഭൂരിപക്ഷ വിഭാഗമായ സ്ത്രീകളോട് മാത്രം എപ്പോഴും നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണമെന്ന് ഓരോ നിമിഷവും ഓർമ്മപ്പെടുത്തുന്നു. അതേസമയം തന്നെ ഇതിൻ്റെ മറുവശം ആലോചിക്കുമ്പോൾ ഈ സമൂഹം പുരുഷൻ എപ്പോഴും വയലന്റ് ആണ്. ഹീസ് അലവബിൾ ടു ആരെ വേണേലും ആക്രമിച്ചോളൂ, അവർ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് എപ്പോഴും നമ്മളെ ബോധവൽക്കരിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ബോധവൽക്കരണം കിട്ടേണ്ടത്? അപ്പോൾ ആക്രമിക്കുന്നവരാണോ ആക്രമണം അനുഭവിക്കുന്നവരാണോ ബോധവൽക്കരിക്കപ്പെടേണ്ടതെന്നുള്ള ഒന്നാമത്തെ ചോദ്യം എപ്പോഴും പ്രസക്തമാണ്. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നിർമ്മിച്ചു നൽകിയ അങ്കണവാടിയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. പുട്ടപ്പുറത്തി പ്രശാന്തി നിലയം മാനേജിംഗ് ട്രസ്റ്റി RJ രത്നാകർ ഭദ്രദീപം തെളിയിച്ച് സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ 178 നമ്പർ അങ്കണവാടിക്കായി ഗ്രാമപഞ്ചായത്ത് വക സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, വത്സല ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രോഗ്രാം ഓഫീസർ മായാലക്ഷ്മി, ICDS സൂപ്പർവൈസർ J ജ്യോതി, അങ്കണവാടി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ ജില്ലയിൽ ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകിയ മുഴുവൻ അങ്കണവാടികളുടെയും താക്കോൽദാനം ചേർത്തലയിൽ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് നിർവഹിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസ് കുറിച്ചി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി ഷുഹൈബ അനുസ്മരണം നടത്തി. അനുസ്മരണ യോഗം കൊടുക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ പീഡികപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഡെന്നിസ് ജോസഫ്, R രാജഗോപാൽ, മോട്ടി കാവനാട്, അരുൺ ബാബു, PV ജോർജ്, അമ്പിളിക്കുട്ടൻ, ഷിബു കുറ്റിക്കാട്, സന്തോഷ് കല്ലുപുരയ്ക്കൽ, TB തോമസ്, KC രാജു എന്നിവർ സംസാരിച്ചു. മതസൗഹാർദ്ദം വിളിച്ചോതി ഗുരുദേവ പ്രതിഷ്ഠാ വാർഷിക ഘോഷയാത്രയ്ക്ക് മസ്ജിദിലും ചർച്ചിലും സ്വീകരണം. SNDP യോഗം മാന്നാർ കുട്ടമ്പേറൂർ മുട്ടേൽ ഗുരുക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. SNDP യോഗം മാന്നാർ യൂണിയൻ 4965 നമ്പർ കുട്ടമ്പേരൂർ മുട്ടേൽ ഗുരുക്ഷേത്രത്തിലെ 39ാമത് പ്രതിഷ്ഠാ വാർഷികത്തിനും 11ാമത് ശ്രീനാരായണ കൺവെൻഷനും സമാപനം കുറിച്ച് നടന്ന ഘോഷയാത്രയ്ക്കാണ് കുട്ടമ്പേരൂർ മുട്ടേൽ മസ്ജിദിനു മുന്നിലും സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിനു മുന്നിലും സ്വീകരണം നൽകിയത്. 1278 നമ്പർ കുരട്ടിശ്ശേരി ശാഖ ഗുരുക്ഷേത്രത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകിട്ട് 5-ന് SNDP യോഗം മാന്നാർ യൂണിയൻ വനിതാ സംഘം കൺവീനർ പുഷ്പ ശശികുമാർ ഭദ്രദീപം കൊളുത്തി ആരംഭിച്ച ഘോഷയാത്രയിൽ പീതപതാകകളും മുത്തുകുടകളും കയ്യിലേന്തി യോഗം ഭാരവാഹികളും ശാഖാ ഭാരവാഹികളും ഗുരുഭക്തരും അണിനിരന്നു. ആലുംമൂട്ടിൽ ശിവപാർവതി ക്ഷേത്രം,
SNDP മാന്നാർ യൂണിയൻ, കുരട്ടിക്കാട് 72 നമ്പർ SNDP ശാഖ, അയ്യപ്പ സേവാ സമിതി, 1218 നമ്പർ KPMS മുട്ടേൽ ശാഖ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മഹാഘോഷയാത്ര മുട്ടേൽ മസ്ജിദിന് മുന്നിലെത്തിയത്. ഇവിടെ SNDP ശാഖായോഗം പ്രസിഡന്റ് K. വിക്രമനെ ചിറയ്ക്കൽ പുത്തൻപറമ്പിൽ അഷ്റഫ് പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കുഞ്ഞുമോൻ, സുബൈർ, ബഷീർ, അനീസ്, അൽത്താഫ് എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശീതളപാനീയങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഒരു പതിറ്റാണ്ടോളമായി പ്രതിഷ്ഠാ വാർഷിക ഘോഷയാത്രയ്ക്ക് മുട്ടേൽ മസ്ജിദിന് മുന്നിൽ സ്വീകരണം നൽകി വരുന്നുണ്ട്. തുടർന്ന് മുട്ടേൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന് മുന്നിലും ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും നൽകി ഘോഷയാത്രയെ വരവേറ്റു. മുട്ടേൽ ബോട്ട് ക്ലബ് മാന്നാർ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവരും സ്വീകരണങ്ങൾ ഒരുക്കിയിരുന്നു. പ്രസിദ്ധമായ തിരുവല്ല ശ്രീ വല്ലഭ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടികയറി. മേമന ഇല്ലത്തെ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. ക്ഷേത്രപൂജകൾ കൂടാതെ വിശേഷ ചടങ്ങുകൾ, ക്ഷേത്ര കലകൾ, കലാപരിപാടികൾ തുടങ്ങിയവ തിരുവുത്സവത്തിന്റെ ഭാഗമായി നടക്കും. ഈ മാസം 21-നാണ് പള്ളിവേട്ട. 22-ന് ആറാട്ടോടെ തിരുവുത്സവത്തിന് സമാപനമാകും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.